എന്തിയടി അമ്പിയാഷൻ സാറ്? ചേട്ടന് ഉറക്ക കേസ് വല്ലതുവാണെങ്കിൽ ഒരു കടലാസ് എഴുതി തന്നേരെ. പുള്ളിക്കാരൻ ഉണരുമ്പോ കൊടുത്തേക്കാം. പറയാനുള്ള പരാതി എവര് പറഞ്ഞോളും. നീ അയാളെ പള്ളി ഉറക്കത്തിന്ന് ഉണർത്ത്. കിഷോറിന്റെ അച്ഛാ, കിഷോറിന്റെ അച്ഛാ. കിഷോറിന്റെ അച്ഛനെ കൊച്ചിനെ പിടിച്ചേ. ഏത് കിഷോറിന്റെ അച്ഛനാണ്? എന്തരവളെ? അയ്യോ എന്റെ ഭർത്താവേ, ഇനി ഇയാൾ എന്നെ വിട്ട് പോന്നിട്ട് 3 മാസേ ആയിട്ടുള്ളൂ. അതിനിടയ്ക്ക് ഇത്രയും വലിയ കൊച്ചിനെ പറ. നീ എന്ത് ജന്തു പാടി വീട്ടിൽ കയറി അനാവശ്യം പറയുന്നു. നിനക്ക് എന്താ വേണം? എനിക്കെന്തോ വേണമെന്നോ? അയ്യോടാ, ഈ നിൽക്കുന്ന കോന്ന പോലീസുകാരോട് ജോലി എനിക്ക് എന്തോ വേണമെന്ന് അയാൾ പറഞ്ഞു തരും. ഇയാൾ എന്റെ കഴുത്തി താലി കെട്ടി എനിക്ക് 2 മക്കളെയും തന്നിട്ട് 6-7 പെണ്ണുങ്ങളുടെ പുറത്തേറ്റോടെ നിന്നോട് താമസം അറിയാവോ? ഈ ചെകുത്താനോട് വേദാന്തം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കുഞ്ഞെ? മാന്യന്മാർക്ക് ഇവിടെ തലയുർത്തി അടക്കണ്ടേ? ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ? പാപ്പച്ച അങ്ങനെ ആളാവണ്ട, അതാണ് എനിക്ക് നല്ലത്. അല്ല സാറിപ്പോ എന്ത് പറയുന്നു? ഇവിടെ പൊറുക്കുന്നു, അത് ഇവളുടെ കൂടെ പോകുന്നു. ചേട്ടൻ ഇപ്പൊ എങ്ങും പോകുന്നില്ല. ചെല്ലും വിളിയില്ലാത്ത ഈ വീട്ടിലെ ദൈവം തമ്പുരാൻ കൊണ്ട് തന്ന വിളക്കാ എനിക്ക് അങ്ങേരെ. അത് ശരി. അപ്പൊ വിളക്കെ ഇയാൾ എന്റെ കൂടെ വരുന്നുണ്ടോ? എനിക്ക് രണ്ടിലൊന്നും അറിയണം. അയ്യോ, എന്റെ 2 മക്കളെ എടുത്തുകൊണ്ട് ഞാൻ ഇത്രയും ദൂരം വന്നതിന് എനിക്ക് ഇത് തന്നെ വേണം. എനിക്ക് ചേട്ടൻ പോവാ? അല്ലടി കായ. എന്റെ പൊന്നു മോളെ, അച്ഛൻ വിട്ടിട്ട് പോയി മോളെ. നമുക്കിനി ആരുമില്ലേ? അയ്യോ, ഇങ്ങോട്ട് നോക്കിയേ. ഇയാളെ ഞാൻ വിളിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നതേ ചിരിച്ചു കളിച്ച് സന്തോഷമായിട്ട് ജീവിക്കാനല്ല. നാളെ എന്റെ ഈ പെങ്കൊച്ചിനെ ഒരുത്തൻ്റെ കൂടെ ഇറക്കി വിടുമ്പോ തന്തയായിരുന്നു വെച്ചാൽ കാണിച്ചു കൊടുക്കാനാ. പിന്നെ നിന്റെ ഈ പെങ്കൊച്ചും പ്രായം തികഞ്ഞ് വരികല്ലേ. ഇങ്ങനെയുള്ള ആണൊരുത്തൻ്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് നീ കൂലിപ്പണി ചെയ്ത് ഒറ്റയ്ക്ക് മക്കളെ വളർത്തി ജീവിക്കുന്ന. വാവുഞ്ഞ ഇശി നാളായി നിന്നോടൊരു കാര്യം സംസാരിക്കണമെന്ന് ഇരിച്ചിട്ടേ സന്ദർഭം ഒത്തു കിട്ടിയില്ല. രാധയുടെ കാര്യ. ആ ചായപ്പീടിക്കാരൻ ശങ്കരൻ നായരെ കുറച്ചു നാൾ മുമ്പ് ഇക്കാര്യം ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അന്ന് ഞാൻ അത്ര കാര്യമാക്കിയില്ല. പിന്നെ അപ്പക്കുട്ടൻ നായരുടെ വായിന്നും ചിലത് കേട്ടു, ശിവനെയും രാധയും ചേർത്ത്. ഇക്കാര്യത്തില് നിന്റെ അഭിപ്രായം എന്താ? അമ്മാമ, ഈ കാര്യം ശിവൻകുട്ടി സാറിനോട് ചോദിച്ചോ? ഞാൻ ചോദിച്ചില്ല. അപ്പക്കുട്ടൻ നായർ ചോദിച്ചപ്പോ സമ്മതം മൂളിന്ന് അറിഞ്ഞത്. ജാതിയും മതവും ഒന്നും ഇനിയുള്ള കാലത്ത് നോക്കിയിട്ട് കാര്യമില്ല കുട്ടിയെ. ശിവൻകുട്ടി സാറിന്റെ തറവാടിന്റെ സ്ഥിതി എന്താന്നാ കുട്ടി വിചാരിച്ചിരിക്കണേ? പൂർവ്വപിതാമഹന്മാരുടെ കാലം തൊട്ടേ ജന്മികളാ. രാധയുടെ ഭാഗ്യം. ഇതങ്ങോട്ട് കഴിഞ്ഞാ നിന്റെ പേർക്കും ചിലത് നോക്കണുണ്ട്. വിധവാ വിവാഹം ഒരു പുതിയ കാര്യമൊന്നും അല്ല നമ്മുടെ സമുദായത്തിലും. വേണ്ട വല്യമ്മ, ഇവിടെ ആർക്കും ഒരു ശല്യം ഇല്ലാണ്ട് ഞാൻ കഴിഞ്ഞോളാം. അവിവേകാണ് പറയുന്നതെങ്കിൽ മാപ്പാക്കണം. ഉത്തരയും ഗിരിജയും അപ്പുക്കുട്ടൻ നായരും ഒക്കെ കൂടി പറഞ്ഞപ്പോൾ എനിക്കും അതങ്ങനെ അങ്ങോട്ട് തോന്നി. രാധയുടെ മംഗല്യക്കാരിയാ. ശിവൻകുട്ടിയായിട്ട് അവക്കങ്ങനെ ഒരു ആശ കൊടുത്ത സ്ഥിതിക്ക് ഇനി രാധയുടെ കഴുത്തിലൊരു മംഗല്യം കെട്ടി കൂടെ കൊണ്ടുവയ്ക്കൂടെ? വല്യമാമ, സഹതാപം കൊണ്ടോ ഔദാര്യം കൊണ്ടോ അല്ല. താലി കെട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ രാധയല്ല, ഉത്തരെ. ഉത്തരയാണ് എനിക്കിഷ്ടം. എന്നെ പരിഹസിക്കുക അല്ല, സത്യമാണ്. രാധയും ഗിരിജയും എനിക്കെന്റെ അനുജത്തിമാരെ പോലെയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് ആലോചിച്ചെടുത്ത തീരുമാനം. സംശയിക്കണ്ട. പുണ്യം കിട്ടും. ഈ മനസ്സിന് 100 പുണ്യം കിട്ടും. പക്ഷെ ശിവൻകുട്ടിയുടെ വീട്ടുകാരെ, ഉത്തരയുടെ പഴയ കാര്യങ്ങളൊന്നും തൽക്കാലം ഞാൻ പറയുന്നില്ല. എൻ്റെ വീട്ടിലുള്ളവർ വന്ന് കാണട്ടെ. സാവകാശത്തില് ഞാൻ എല്ലാവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. വേണ്ട കുട്ടി, കളവ് പറഞ്ഞൊന്നും ഞങ്ങൾക്ക് വേണ്ട. ശീലിച്ചിട്ടില്ല, അതുകൊണ്ടാ. ഇല്ലത്തുള്ള ഒരു കളവ് പറയണ്ട. എല്ലാം ഞാൻ ശരിയായിക്കോളാം. ഇതാരും അറിയണ്ട. വെച്ച് നീട്ടിട്ട് ഇനിയും പിൻവലിച്ച എന്റെ കുട്ടിക്ക് സഹിക്കാൻ പറ്റില്ല. തൊമ്മിച്ചെന്നെ മക്കളെന്നാ കച്ചറലാക്കിയതുകൊണ്ട് ചേപ്പാട്ടൂർ ഒരു കുട്ടി രക്ഷപ്പെട്ടു. എന്തേ അറിഞ്ഞില്ലേ? ശിവൻകുട്ടി സാറ് നടുക്കത്തെ കുട്ടി ആദ്യമായിട്ടുള്ള കല്യാണം തീരുമാനിച്ച് നട്ടലുള്ള ആൺകുട്ടികൾ അങ്ങനെയാ. അല്ലാതെ പ്രേമിച്ച പെണ്ണിന്റെ പേര് കണ്ട ചായക്കടയിലും ഇടവഴിയിലൊന്നും എഴുതി വെക്കലല്ല.
എനിക്കിട്ട് ഊതിയാലുണ്ടല്ലോ ചവിട്ടിയാന്ന് അരിവടെ കൊണ്ട് ശങ്കരേട്ടാ ശങ്കരേട്ടാ ആ നീ പോന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്റെ അമ്മയും പെങ്ങളുടെ വിവരം കിട്ടി. ആ ലോറി ഡ്രൈവർ പറഞ്ഞാൽ ശരിയായിരുന്നു. എന്റെ പെങ്ങള് കന്യാസ്ത്രീയായി അങ്ങ് ഒറീസയില. എന്റെ അമ്മച്ചിയും കൂടെയുണ്ട്. അതെയോ? ബിഷപ്പും കത്തിട്ടുണ്ട്. അവരെല്ലാം ഉടനെ ഇങ്ങ് വരും. ശിവൻകുട്ടി സാറിനെ കണ്ടായിരുന്നോ? പിന്നെ ശിവൻകുട്ടി സാറേ താഴെ വയലിലേക്ക് പോയി. ഞാൻ ശിവൻകുട്ടി സാറിനെ കണ്ടിട്ട് വരാം. ആ ചെറുക്കന്റെ ഒരു സന്തോഷം കണ്ടില്ലേ? എന്റെ കുഞ്ഞോമാച്ച, എത്ര കാലമായി ആ ചെക്കൻ പെറ്റ തള്ളെ അന്വേഷിക്കണു. താളു താളു എന്റെ അമ്മച്ചിയും പെങ്ങളെയും കണ്ടുപിടിച്ചു. ഞാൻ എന്നെ പറഞ്ഞില്ലേ കാണട്ടെടി, ഇനി പാര് കണ്ടത് എന്താ? ഇത് നമ്മുടെ കല്യാണം അല്ലേ? ഏനങ്ക പോയിരുന്നേ അപ്പൊ എന്ത് പറഞ്ഞു? അങ്ങ പണിയുണ്ടെന്ന് പറഞ്ഞേ. എന്റെ പെങ്ങള് മൂപ്പാ അവളെ വിളിച്ചോണ്ട് പോ. വാടാ. എന്റെ താളൂന് ഇന്ന് രാത്രി അവർ തച്ചു കൊല്ലും. താൻ വിഷമിക്കാരോ, ഒന്നും സംഭവിക്കില്ല. ഞങ്ങൾ ആവുന്നത് അവന്മാരുടെ കാല് പിടിച്ച് പറഞ്ഞു നോക്കി, പക്ഷെ അവർ വഴങ്ങുന്നില്ല. നാളെ രാവിലെ തന്നെ അവളെ അവന്മാരുടെ വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു കോന്തനെ കൊണ്ട് കെട്ടിക്കും, അത് ഉറപ്പാ. പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരുടെ വർഗ ഗുണ. ആരെങ്കിലും പിഴപ്പിച്ചാ അവർക്ക് കുഴപ്പമില്ല, പക്ഷെ നല്ല രീതിയിൽ പിഴയ്ക്കാൻ സമ്മതിക്കില്ല. ശങ്കരേട്ടാ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? എന്ത് ചെയ്യണമെങ്കിലും നേരെ ഒന്ന് വെളുക്കണം. ശിവൻകുട്ടി സാറേ, ശിവൻകുട്ടി സാറേ, ശിവൻകുട്ടി സാറേ, ശിവൻകുട്ടി സാറേ. നീ എന്ത് ബുദ്ധിമോശമായി കാണിച്ചേ? വേറൊരു മാർഗം ഇല്ലാഞ്ഞിട്ടാ. നാളെയുള്ള വേറൊരുത്തന് കെട്ടിച്ചു കൊടുക്കാൻ പോവാ. സാറിനെ കണ്ട് യാത്ര പറയാൻ വേണ്ടി മാത്രം വന്നതാ. പിന്നെ ഞങ്ങൾ എവിടെയായിരുന്നാലും സാറിനെ അറിയിക്കാം. എന്റെ അമ്മച്ചിയും പെങ്ങളും വന്ന സാർ ഒരിക്കലും അവരെ തിരിച്ചയക്കരുത്. ഒരു കത്തിട്ടാ മതി. ഞാൻ ആരും അറിയാതെ വന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം. അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. രക്ഷപ്പെടാൻ നോക്ക്. ടോമി, അത് കണ്ടില്ലേ?
നമ്മളിലൊരുത്തനെ കുത്തി വളർത്തിയിട്ട് അന്തസ്സായിട്ട് പെണ്ണിനെ കെട്ടിച്ചയക്കുന്നത് കണക്ക് തീർക്കാൻ പറ്റിയ അവസരം അത്. ചോരക്ക് ചോര. നിർത്തടാ. എടാ അവന്മാരെ കുത്തി മടുത്തത് കൊണ്ട് പെട്ടിക്കിടക്ക് നമ്മൾ ടോമി എഴുന്നേറ്റ് വരുവാടാ. എന്താ കൂടുതൽ വേദാന്തമൊന്നും വേണ്ട. എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. വേണ്ട തോമ്പിച്ച, നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുണ്ടാകാൻ പാടില്ല. അങ്ങോട്ട് മാറണം. മതി. നിർത്ത്. ഇതിന്റെ കണക്ക് ചോദിക്കാനുള്ള യോഗ്യത ഇക്കൂട്ടത്തിൽ ആർക്കാണുള്ളത്? അവരുടെ കൂട്ടത്തിലെ പാവപ്പെട്ട പെണ്ണുങ്ങളെ സോപ്പും ചീപ്പും കണ്ണാടിയും കൊടുത്ത് നിങ്ങളുടെ ആൾക്കാർ ചൂഷണം ചെയ്തിട്ടില്ലേ? അതിന്റെ രക്തസാക്ഷിയായി ഈ ടോമിയും. ചെയ്ത തെറ്റ് കാലം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. അല്ലാതെ ഈ ചോരക്കളി കൊണ്ട് ഇരു കൂട്ടർക്കും നഷ്ടങ്ങളെ ഉണ്ടാവൂ. കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കിയതിന് ശേഷം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിൽക്കുക. ചെല്, നടക്ക്. ആ മുണ്ടും മാടിക്കുത്തി ഈ വരാന്തയിൽ അവൻ ഇപ്പോഴും ഇരിപ്പുണ്ടെന്ന് തോന്നുക. മരിച്ചെന്ന് അങ്ങോട്ട് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ശിവൻകുട്ടി സാറല്ലേ? അതെ, മനസ്സിലായില്ല. ഞാൻ ഫിലിപ്പോസ്, പാലാരമനയിലെ ബിഷപ്പ് തിരുമേനയുടെ ഒരു കത്ത് കിട്ടിയത് പ്രകാരം വന്നതാ. ടോമിയുടെ? അതെ, ഇത് ടോമിയുടെ അമ്മ, ഇത് പെങ്ങൾ. എന്തിയെ എന്റെ മോൻ? ഈ ജന്മം എനിക്ക് എന്റെ മോനെ കാണാമെന്ന് ഞാൻ കരുതിയതല്ല. എന്റെ പ്രാർത്ഥന വിശ്വാംബരം കേട്ടു. എന്റെ മോനെ പിടിച്ചു പറിച്ചോണ്ട് പോവുകയായിരുന്നു. അവനെ ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലും ഇല്ല. കർത്താവ് ഒടുവിൽ അവനെ എനിക്ക് തന്നു. എന്തിയെ എന്റെ മോൻ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വിളിപ്പിക്കാമോ? ഇല്ലെങ്കിൽ വഴി പറഞ്ഞു തന്നാ മതി, ഞങ്ങൾ പോയിക്കോളാം. അമ്മച്ചിക്ക് മാത്രമല്ല കാണാൻ തിടുക്കം. ഒരു രൂപമില്ല മനസ്സിൽ. എനിക്കും കണ്ടൊരോർമ്മയില്ല. പറയാം, നമുക്ക് പള്ളിയിലേക്ക് പോവാം. എന്റെ മോനെ, അയ്യോ. എടാ, നിനക്ക് അമ്മച്ചിയെ കാണണ്ടേടാ. എടാ, നിന്റെ അമ്മച്ചി വന്നടാ. എന്റെ മോനെ, എന്റെ മോനെ. എടാ, അമ്മച്ചിയെ ഒന്ന് നോക്കടാ. അപ്പുകുട്ടാ, അങ്ങാടി പോയൊരു ജീപ്പിന് പറയണം. ഞാനിവരെ പാലക്കാട് വരെ കൊണ്ടാക്കിട്ട് വരാം. ശരി അമ്മച്ചി. അമ്മച്ചി. മോനെ. വലിയമാമ കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ട്. ശിവൻകുട്ടി സാറിന്റെ വീട്ടിൽ നിന്നാ. ആ വരിക വരിക, ഇരിക്കുക. ശിവൻകുട്ടി എവിടെ? അല്ല, സാറ് പാലക്കാട്ടറ്റം പോയിരിക്കുക. വല്യമാമ അറിഞ്ഞില്ലേ? ടോമിയുടെ അമ്മയും പെങ്ങളും വന്നിരുന്നു. അവരെയും കൊണ്ട് പാലക്കാട്ട് പോയിരിക്കുക. ആ വരുന്ന കാര്യത്തിന് പിന്നെന്തേ ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട്? അവന്റെ കത്ത് കിട്ടിയ വിവരങ്ങൾ അറിഞ്ഞപ്പോ ഇവിടുത്തെ ഉദ്യോഗം മതിയാക്കി അങ്ങ് പോന്നോളൂ എന്ന് എഴുതാൻ ഒരുങ്ങിയതാ. അവൻ ഇങ്ങനെ ഈ മലമൂട്ടി കിടന്ന് നരകിച്ച് ചെലവിനുണ്ടാക്കേണ്ട കാര്യമൊന്നും ദൈവം സഹായിച്ച് ഇപ്പൊ ഞങ്ങളുടെ തറവാട്ടിനില്ല. ഇത് ശിവന്റെ പെങ്ങളും അളിയനുമാ. ഇവരങ്ങ് ദുബായിലാ. കഴിഞ്ഞ ആഴ്ചയാ വന്നത്. 2 ആഴ്ചത്തെ അവധിയെ ഞങ്ങൾക്കുള്ളൂ. അവന്റെ അമ്മയുടെയും ഇവരുടെയും നിർബന്ധം കൊണ്ടാ ഞാൻ പിന്നെ വന്നു കളയാമെന്ന് വെച്ചത്. ശിവൻ സാറ് അമ്മാവന്റെ കാര്യം എപ്പോഴും പറയും. അങ്ങനെ പറയാൻ വഴിയില്ല. അവന്റെ മട്ടും പ്രകൃതവും എനിക്ക് തീരെ രുചിക്കില്ല. നിങ്ങൾ അറിയോ, മാനവും മര്യാദയുള്ള 3 ജോലി കളഞ്ഞിട്ടാ ഇവിടെ വന്ന് ഈ കൃഷി ആഫീസറുടെ പണിയെടുക്കണേ. ആദ്യം പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ, പിന്നെ കോളേജ് ലെക്ചറർ, 3ാമത് അതിലും കേമം സബ് ഇൻസ്പെക്ടർ. ട്രെയിനിങ് കഴിഞ്ഞ് പോസ്റ്റിംഗ് നടന്നതിന്റെ 4ാം പക്കം സീനിയർ എസ് ഐക്കിട്ട് അടിയും കൊടുത്തിട്ട് പോന്നു. ഇവന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇറങ്ങിത്തിരിക്കാറുള്ളതല്ല. പിന്നെ പെങ്ങടെ കരച്ചിലും പിഴിച്ചിലും കണ്ടപ്പോ പോരാന്ന് വെച്ചു. എന്നാ പിന്നെ കാപ്പി എടുക്കാൻ പറയാല്ലേ? രാധേ, കാപ്പി. ആ, ഇതാണ് പെൺകുട്ടി. ഇങ്ങന്നോളൂ. രാധ ഈ കവിത എഴുതുന്നു പറഞ്ഞ? അതെ. ആ, എത്ര വരെ പഠിച്ചു? പ്രീ ഡിഗ്രി. ഒരു ദിവസം എത്ര കവിത എഴുതും? അങ്ങനെയൊന്നുമില്ല. പേനയും പേപ്പറും ഒത്തുകിട്ടുകയാണെങ്കിൽ ഒരു 10-20 എണ്ണം വരെ എഴുതും. എന്താ ജന്മനക്ഷത്രം? കാർത്തിക. ആ, കാർത്തിക.
ശോഭയ്ക്കും രാധാകൃഷ്ണനും എങ്ങനെ പെണ്ണിനെ പിടിച്ചോ? അമ്മ തന്നുവിട്ടതാ. കുട്ടിയെ ഇഷ്ടയച്ച കുട്ടിക്ക് തരാൻ വേണ്ടി. അമ്മയ്ക്ക് കാണാൻ കുട്ടിയുടെ ഒരു ഫോട്ടോയും കൂടി തന്നുവിടണം. അല്ല അത് കൈ നീട്ടി കൊടുക്കൂട്ടി. നാത്തൂന് ആദ്യമായിട്ട് തരണ സമ്മാനല്ലേ? ഓരെന്തേ കാട്ടണേ? എടുത്തു വിട. വല്യമ്മ എല്ലാം കണ്ടോണ്ട് മിണ്ടായിരിക്കണ കണ്ടില്ലേ? കുട്ടി മിണ്ടാണ്ട് ഇവിടെ നിന്നാ മതി. നമ്മള് മൂത്ത കുട്ടിയുടെ മംഗല്യാണ്. ആ അത് നിശ്ചയിച്ചോ? ആ ഭർത്താവ് മരിച്ച കുട്ടിയുടെ? ഉത്തരേ ഇങ്ങോട്ട് വരിക. അന്ന് ശിവൻകുട്ടി പറഞ്ഞിരുന്നത്. ചുരുക്കത്തിൽ തിരുമേനി പറഞ്ഞു വരുന്നത്, ശിവൻകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് ഇവിടെ കയറിയ ആദ്യത്തെ അവന്റെ ഭാര്യ ഈ കുട്ടിയെ ഇറക്കി വിടാന്നുള്ളതല്ലേ? നിങ്ങളുടെ സമുദായത്തിൽ ഒരാൾക്ക് 2-3 മേള് കഴിക്കാമല്ലോ. മുതലും പണമുള്ള അത്തരം നമ്പൂതിരിമാർ വല്ലയിടത്തും ഉണ്ടോന്ന് അന്വേഷിക്കായിരുന്നില്ലേ? കുട്ടി പൊക്കോളൂ. നോക്കട്ടെ. നന്നായിരിക്കണം. ഒക്കെ നല്ലത് തന്നെ എടുത്തേ. പക്ഷെ ഈ അമ്മാവനെ എങ്ങനെ സഹിക്കുന്ന ആലോചിച്ചിട്ടാ. അപ്പോ ശിവൻകുട്ടി വരുമ്പോ പറഞ്ഞേക്കൂ, സൗകര്യം ഒത്തുകിട്ടേ ഒന്ന് വീട്ടിലെത്താൻ വരാൻ. വരട്ടെ. ശരി, ഇറങ്ങുക. കുട്ടി എവിടേക്കാ? ട്യൂഷൻ എടുക്കാൻ പോവാ. നോക്കൂ, കുട്ടിയെ അവർക്ക് നന്നായി ബോധിച്ചിരിക്കണോ? അല്ല, എങ്ങനെ ഇഷ്ടപ്പെടാണ്ടിരിക്കുക? അത്രയ്ക്ക് ഉഗ്ര അഭിപ്രായല്ലേ ആ തടിയൻ അമ്മാവനോട് ഞാൻ തട്ടിവിട്ടത്. ഭയങ്കര ബുദ്ധിയാണ്, ഭക്തിയാണ്, കവയിത്രിയാണ്. ഇതിനൊക്കെ ചെലവേണം കേട്ടോ. അപ്പോട്ട് എന്ത് വെളിവുകേടാ അവരോട് കാട്ടിയത്? ശിവൻകുട്ടി സാർ രാധേടത്തിന്റെ മംഗലം കഴിക്കാൻ പോണെന്ന് ഇങ്ങോട്ട് ആരാ പറഞ്ഞേ? പിന്നെ ആരെ? ഉത്തരേടത്തിയെ. രാധേടത്തിയെയും ശിവൻകുട്ടി സാറിനെയും ചേർത്ത് ഓഫീസ് പഠിക്കൽ സംസാരമുണ്ടെന്ന് പിറ്റേന്ന് ഈ നിൽക്കുന്ന വലിയമ്മയോട് പറഞ്ഞതാ. രാധേടത്തിയല്ല, ഉത്തരേടത്തിയാ ശിവൻകുട്ടി സാറിന് മംഗലം കഴിക്കാൻ മോഹമെന്ന്. ശിവൻകുട്ടി സാറ് വല്യമ്മാമയോട് അങ്ങനെ പറഞ്ഞോ? പറഞ്ഞു. പറയുക മാത്രമല്ല, എനിക്ക് ഉറപ്പും തന്നു. ആരോട് പറയാൻ? പറയും മുമ്പ് അവരങ്ങ് മോതിരം മാറ്റലും തീയതി നിശ്ചയിക്കലും ഒക്കെ കഴിഞ്ഞില്ലേ?